ഗുഡ് മോർണിംഗ് ടു എവറി വൺ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു കോൺവെർസേഷൻ, ചെറിയൊരു സംഭാഷണമാണ്. എന്നുവെച്ചാൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരാളെ കാണുമ്പോൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ തുടക്കം മുതൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കാണുക. കാരണം നമ്മുടെ പല സംശയങ്ങളും വീഡിയോസിൻ്റെ ലാസ്റ്റ് ആയിരിക്കും അറിയാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് അടിക്കാതെ കാണുക. ഓക്കെ, ഇവിടെ രണ്ട് പേരുകളുണ്ട്. ഒന്നാണ് മോഹിത്, അതുപോലെ അരുൺ. ജസ്റ്റ് ഒന്ന് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ മോഹിത് അരുണിനെ കാണുകയാണ്, പറയുകയാണ് ഹലോ ഹൗ ആർ യു. ഹലോ ഹൗ ആർ യു. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് അല്ലേ. നിങ്ങൾക്ക് സുഖമാണോ, ഹൗ ആർ യു എന്ന് ചോദിക്കാം. ഹൗ ആർ യു എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിന് പകരം നമുക്ക് വേറെയും സെൻറ്റൻസ് ഉപയോഗിക്കാം. ഇങ്ങനെ ഹൗ ഹാവ് യു ബീൻ. ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം, ഹൗ ആർ യു എന്ന് ചോദിക്കാം. അതുപോലെ വേറൊന്നാണ് വാട്സപ്പ്. എന്താണ് വാട്സപ്പ്? ഇതൊരു ഫ്രണ്ട്ലി ടോക്കാണ്. ഫ്രണ്ട്ലി ടോക്ക്. വാട്സപ്പ്, ഹായ് വാട്സപ്പ്. ഇവിടെ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു എന്നാണ്, അല്ലാതെ വാട്സപ്പ് ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ വാട്സപ്പ് ഉണ്ടോ എന്നല്ല. ഹായ് വാട്സപ്പ്, ഉണ്ടല്ലോ, പിന്നെ എൻ്റെ കയ്യിലുണ്ടല്ലോ വാട്സപ്പ്, ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, ഇതാണോ? അല്ലല്ലോ, അല്ല. ഹൗ ആർ യു അതിന് പകരം നമുക്ക് എന്താണ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്ലി ടോക്ക് വാട്സപ്പ് എന്ന് പറയാം. ഓക്കെ, വാട്സപ്പ്, ഹൗ ആർ യു. അപ്പോൾ അരുൺ പറയുകയാണ് ഐ ആം ഗുഡ്. ഐ ആം ഗുഡ്. ഐ ആം ഗുഡ് എന്ന് പറയാം, ഐ ആം വെൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ഫൈൻ എന്ന് പറയാം. നോ പ്രോബ്ലം, ഐ ആം ഫൈൻ. ഓക്കെ, ഐ ആം ഗുഡ്. ഐ ആം ഗുഡ്. എനിക്ക് സുഖമാണ്, താങ്ക് യു. എനിക്ക് സുഖമാണ്, താങ്ക് യു. ഇവിടെ താങ്ക് യു പറഞ്ഞു, കാരണം നമ്മളെക്കുറിച്ച് ഒരാൾ അന്വേഷിക്കല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പറയണം, ഐ ആം ഗുഡ്, താങ്ക് യു. ആൻഡ് വാട്ട് അബൌട്ട് യു. ആൻഡ് വാട്ട് അബൌട്ട് യു. അപ്പോൾ നിങ്ങൾക്കോ. എനിക്ക് സുഖമാണ്, നിങ്ങൾക്കോ. എനിക്ക് സുഖമാണ്, നിങ്ങൾക്കോ. ആൻഡ് വാട്ട് അബൌട്ട് യു. അപ്പോൾ മോഹിത് പറയാണ് ഐ ആം ഓൾസോ ഗുഡ്. എനിക്കും സുഖമാണ്, ഐ ആം ഓൾസോ ഗുഡ്. അല്ലെങ്കിൽ ഐ ആം ഗുഡ് ആസ് വെൽ, അല്ലെങ്കിൽ ഐ ആം ഗുഡ് ടു, എങ്ങനെയും പറയാം. ഓക്കെ, ഐ ആം ഓൾസോ ഗുഡ്. എനിക്കും സുഖമാണ്. ഇനി ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ ജോബ് ഗോയിങ്. ഹൗ ഈസ് യുവർ ജോബ് ഗോയിങ്, അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ സ്റ്റഡി ഗോയിങ്. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം എങ്ങനെ പോകുന്നു. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം എങ്ങനെ പോകുന്നു. അപ്പം എന്താ പറയാം, ഒന്ന് പറയും ഗോയിങ് ഓൺ വെൽ, നന്നായി പോകുന്നു. ഗോയിങ് ഓൺ വെൽ, ഗോയിങ് ഓൺ വെൽ, നന്നായി പോകുന്നു. ആൻഡ് വാട്ട് അബൌട്ട് യുവേഴ്സ്. ആൻഡ് വാട്ട് അബൌട്ട് യുവേഴ്സ്. അപ്പോൾ നിങ്ങളുടേതോ. എൻ്റെ പഠിത്തം അല്ലെങ്കിൽ എൻ്റെ ജോലി നന്നായി പോകുന്നു, അപ്പോൾ നിങ്ങളുടേതോ. ഇവിടെ സംശയം, ഇവിടെ ഈ യുവേഴ്സ് എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് യുവർ ചേർന്ന് കഴിയുമോ? യുവർ മാത്രം ഇല്ല. അതിൻ്റെ കാരണം യുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലേ, നിങ്ങൾ. യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ. അപ്പോൾ യുവേഴ്സ് നിങ്ങളുടേതോ ചോദിക്കണ്ടേ. എന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ നമ്മളുടെ എന്തിനെങ്കിലും കുറിച്ച് ചോദിക്കുമ്പോൾ അതേ ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കണം നിങ്ങളുടെ പഠിത്തം എങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങൾ പറയാണ് എൻ്റെ പഠിത്തം നന്നായി പോകുന്നു. അപ്പോൾ നിങ്ങളുടേതോ. നിങ്ങളുടേത് എന്ന് പറയുന്നത് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് യുവേഴ്സ് എന്ന് ഉപയോഗിക്കാം. യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത്. നമ്മുടെ ഈ ഒരു 100 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ ഞാനിത് നിങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വീഡിയോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണാം ഒന്നാമത്തെ വീഡിയോ. ഇവിടെ നമുക്കറിയാം, ഇവിടെ നോക്കൂ, എന്താണ് അല്ലേ. യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ, അല്ലെങ്കിൽ യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത് അല്ല, നിങ്ങളുടെ യുവേഴ്സ് ഉണ്ടോ. യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത് എന്നാണ്. നിങ്ങളുടേത്. അപ്പോൾ നിങ്ങളുടേത് ചോദിക്കാൻ വേണ്ടി വാട്ട് അബൌട്ട് യുവേഴ്സ് ചോദിക്കണം. ഓക്കെ, വാട്ട് അബൌട്ട് യുവേഴ്സ്. അപ്പോൾ ഇനി അടുത്ത് നോക്കാം, എന്താണ് വാട്ട് അബൌട്ട് അല്ലേ, വാട്ട് അബൌട്ട് യുവേഴ്സ്. അപ്പോൾ നിങ്ങളുടേതോ. അപ്പോൾ പറയാണ് മൈൻ ഈസ് ഓൾസോ ഗോയിങ് ഓൺ വെൽ. എന്താണ് എൻ്റേതും. അപ്പോൾ എൻ്റേത് മൈൻ, എൻ്റേത് മൈൻ. മൈൻ ഈസ് ഓൾസോ ഗോയിങ് ഓൺ വെൽ, എൻ്റേതും നന്നായി പോകുന്നു. ഇനി മോഹി ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ ഫാമിലി. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് സുഖമാണോ. ഹൗ ഈസ് യുവർ ഫാമിലി. കാരണം നമ്മുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കല്ലേ, അപ്പോൾ നമ്മൾ താങ്ക്സ് പറയണം. ഓക്കെ, താങ്ക് യു. നമ്മൾ പറയാണ് എവ്രിബഡി ഈസ് ഗുഡ് ഇൻ മൈ ഫാമിലി. എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും സുഖമാണ്. താങ്ക് യു എന്ന് പറയണം. കാരണം നമ്മളെ ഫാമിലിയെ കുറിച്ച് ഒരാൾ അന്വേഷിക്കല്ലേ, അപ്പോൾ താങ്ക് യു എന്ന് പറയണം. എവ്രിബഡി ഈസ് ഗുഡ് ഇൻ മൈ ഫാമിലി, താങ്ക് യു. ആൻഡ് വാട്ട് അബൌട്ട് യു. അപ്പോൾ നിങ്ങളുടേതോ.
എൻ്റെ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചു അല്ലേ, നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ചും ചോദിക്കുകയാണ് ഞാൻ, അപ്പോൾ നിങ്ങളുടേതോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ്? ഓക്കെ, എൻ്റെ ഫാമിലി സുഖമായിരിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ ഫാമിലിയോ? അതാണ് ഇതിൻ്റെ അർത്ഥം. ആൻഡ് വാട്ട് അബൌട്ട് യുവേഴ്സ്, ഇതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ആൻഡ് വാട്ട് അബൌട്ട് യുവേഴ്സ്, അപ്പോൾ നിങ്ങളുടേതോ, നിങ്ങളുടേതോ. ഓക്കെ, പറയാം മൈൻ ഈസ് ഓൾസോ ഗുഡ്. മൈൻ പറഞ്ഞാൽ എൻ്റേതും സുഖമായിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയും സുഖമായിരിക്കുന്നു അർത്ഥം. മൈൻ ഈസ് ഓൾസോ ഗുഡ്. മൈൻ ഈസ് ഓൾസോ ഗുഡ്. ഹൗ ഇസ് ഹിസ് ഫാമിലി? എവറിബഡി ഈസ് ഗുഡ് ഇൻ മൈ ഫാമിലി, അല്ലെങ്കിൽ മൈ ഫാമിലി ഈസ് ഗുഡ്. മൈ ഫാമിലി ഈസ് ഗുഡ്. ആൻഡ് വാട്ട് അബൌട്ട് യുവേഴ്സ്? ആൻഡ് വാട്ട് അബൌട്ട് യുവേഴ്സ്? ഇവിടെ യുവേഴ്സ് എന്ന് പറയാം. ഓക്കെ, എസ് ഒഴിവാക്കരുത്. എസ് ഒഴിവാക്കിയ തെറ്റാണ്. യുവേഴ്സ്. വാട്ട് അബൌട്ട് യുവേഴ്സ്? നിങ്ങളുടേതോ. ഓക്കെ, മൈൻ ഈസ് ഓൾസോ ഗുഡ്. ഇനി അടുത്ത ചോദ്യമാണ് വെയർ ഹാവ് യു ബീൻ ടുഡേ? വെയർ ഹാവ് യു ബീൻ ടുഡേ? ഇന്ന് നിങ്ങൾ എവിടെയായിരുന്നു? വെയർ ഹാവ് യു ബീൻ ടുഡേ? ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എങ്ങനെ ചോദിക്കാം? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? അതിനാണ് വെയർ ആർ യു നൗ? വെയർ ആർ യു നൗ അല്ലേ? വെയർ ആർ യു നൗ? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? വെയർ ആർ യു നൗ? പക്ഷേ വെയർ ഹാവ് യു ബീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയായിരുന്നു, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്നർത്ഥം. ഓക്കെ, ലോങ് ടൈം, ഒരു ലോങ് ടൈമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു, അല്ല ഒരുപാട് സമയമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു എന്നർത്ഥം. വെയർ ഹാവ് യു ബീൻ? വെയർ ഹാവ് യു ബീൻ? അപ്പം എന്താ പറയുക? അപ്പോഴാണ് ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ. ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ. ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ പുറത്തായിരുന്നു. അപ്പോൾ സംശയം, അല്ല സാറേ, സാർ ചോദിച്ചല്ലോ, സാർ ചോദ്യത്തിൽ ഹാവ് യു ബീൻ ഉപയോഗിച്ചു അല്ലേ, ക്വസ്റ്റ്യനിൽ ഹാവ് യു ബീൻ ഉപയോഗിച്ചു, പക്ഷേ ആൻസറിൽ ഐ വാസ് ഉപയോഗിച്ചില്ല. എന്താ കാരണം? നമുക്ക് ഈ ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ എന്നതിന് പകരം ഐ ഹാവ് ബീൻ ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെ പറയുകയാണ് തെറ്റാണ്. എന്താ കാരണം അറിയോ? അതിൻ്റെ കാരണം നമുക്കറിയാം ഹാവ് പ്ലസ് വെറും തേർഡ് ഫോം ഹാവ് യു ബീൻ പ്രസൻറ്റുമായിട്ട് കണക്ഷനുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക അല്ലേ? ഹാവ് പ്ലസ് വെറും തേർഡ് ഫോം പറയാം. പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റുമായിട്ട് കണക്ഷൻ വേണം. ഇവിടെ നമുക്കറിയാം ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ ആയിരുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ അല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ അല്ലല്ലോ, അപ്പോൾ ഹാവ് ബീൻ ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്ക് ഐ വാസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോഴും ഫാദറിൻ്റെ കൂടെ ആണെങ്കിലോ നമുക്ക് പറയാം ഐ ഹാവ് ബീൻ വിത്ത് മൈ ഫാദർ. ഐ ഹാവ് ബീൻ വിത്ത് മൈ ഫാദർ. ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെയാണ്. ഓക്കെ, രാവിലെ മുതലോ അല്ലെങ്കിൽ ഒരുപാട് സമയമായിട്ട് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഞാൻ ഫാദറിൻ്റെ കൂടെയല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മുന്നിലാണ് അല്ലേ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുന്നിലല്ലേ. അതുകൊണ്ട് എന്ത് വേണം? ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ. ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ. ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ പുറത്തായിരുന്നു. അതല്ല ഐ ഹാവ് ബീൻ വിത്ത് മൈ ഫാദർ, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഫാദറിൻ്റെ കൂടെ പുറത്താണ് എന്നർത്ഥം. ക്ലിയർ? അപ്പം എന്ത് പറയണം? ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ ഫാദർ. ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ പുറത്തായിരുന്നു. ഇവിടെ എന്തുപയോഗിക്കാം? ഓക്കെ, ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ മദർ, ഐ വാസ് ഔട്ട്സൈഡ് വിത്ത് മൈ ഫ്രണ്ട്സ്, എങ്ങനെയും പറയാം. ഇനി അടുത്താണ് അരുൺ പറയാണ് ആർ യു ഫ്രീ നൗ? ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആണോ? ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആണോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, ഐ വാണ്ട് ടു ടോക്ക് ടു യു സംതിങ്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ആർ യു ഫ്രീ നൗ ഇതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയാം ആർ യു ഫ്രീ നൗ, നിങ്ങളിപ്പോൾ ഫ്രീ ആണോ, നിങ്ങളിപ്പോൾ ഫ്രീ ആണോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ മലയാളം എഴുതിയിട്ടുള്ളത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വാണ്ട് ടു ടോക്ക് ടു യു സംതിങ്. എനിക്ക് നിങ്ങളോട് കുറച്ച് പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ മോഹിത് പറയാണ് ഐ ആം സോറി എന്നാണ്, ക്ഷമിക്കണം. ഐ ആം സോറി നോട്ട് നൗ. ഐ ആം സോറി ഇതിൻ്റെ മലയാളം എഴുതിയിട്ടില്ല. ഓക്കെ, ഐ ആം സോറി, ക്ഷമിക്കണം. നോട്ട് നൗ ഇപ്പോഴല്ല, നോട്ട് നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല എന്നർത്ഥം. നോട്ട് നൗ ഇപ്പോഴല്ല. ഷാൽ വി മീറ്റ് ഇൻ ദ ഈവനിങ് ടുഡേ? ഇന്ന് വൈകുന്നേരം കണ്ടാലോ? നമുക്ക് ഇന്ന് വൈകുന്നേരം കണ്ടാലോ? ഷാൽ വി മീറ്റ് ഇൻ ദ ഈവനിങ് ടുഡേ? കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഫ്രീ അല്ല. ഐ എം സോറി നോട്ട് നൗ. ആർ യു അവൈലബിൾ ഇൻ ദ ഈവനിങ്, അല്ലെങ്കിൽ ഷാൽ വി മീറ്റ് ഇൻ ദ ഈവനിങ് ടുഡേ? ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? കണ്ടാലോ? ഇന്ന് വൈകുന്നേരം കണ്ടാലോ എന്നർത്ഥം. ഓക്കെ, ഷാൽ വി മീറ്റ് ഇൻ ദ ഈവനിങ് ടുഡേ? അപ്പോൾ അരുൺ പറയാണ് യെസ് ഓഫ് കോഴ്സ് ദെൻ സി യു ഇൻ ദ ഈവനിങ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കാണാം. സി യു ഇൻ ദ ഈവനിങ് ടുഡേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത്രമാത്രം. ഓക്കെ, സോ
സോ മൈ ഫ്രണ്ട്സ്, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. സോ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്.